വാട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും റോബ്ലോക്സ് ആണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. സോ നമ്മുടെ റോബ്ലോക്സിലുണ്ടല്ലോ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഗെയിമാണ് നമ്മുടെ ബ്ലോക്സ് ഫ്രൂട്ട്സ്. അപ്പോൾ നമ്മുടെ ബ്ലോക്സ് ഫ്രൂട്ട്സ് ആണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലോക്സ് ഫ്രൂട്ട്സ് അത്യാവശ്യം നല്ല ഗെയിമാണ്. അപ്പം റോബ്ലോക്സിൽ ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു ഗെയിമാണ് നമ്മുടെ ബ്ലോക്സ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് നല്ല വ്യൂ കിട്ടുമെന്ന് സംശയമാണ് ഈസ്. അപ്പോൾ ഇത് നല്ല ഗെയിം ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോസ് ചാനലിൽ മുന്നേ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഒരു 10 likes ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാർഗറ്റ്. നമുക്ക് പറഞ്ഞ സമയം കളയാൻ നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. യെസ് സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് പിക്ക് എ സൈഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പൈററ്റ്സ് ഉണ്ട്, മറൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാ കൊടുക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് മോഡാണ് ഇടാൻ വെച്ച് ലാഗ് കുറയും തോന്നുന്നു. ഫാസ്റ്റ് മോഡ് ഇട്ടപ്പോൾ ഇച്ചിരി തെളിഞ്ഞ് കാണാം ഗൈസ്. ഓക്കെ, ഇതാണ് ഫാസ്റ്റ് മോഡിൻ്റെ കൊണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പൈററ്റ്സ് എടുക്കാം ഗൈസ്. പൈററ്റ്സ് എടുക്കാം. അപ്പോൾ ഗൈസ് ഈ ഗെയിമിൻ്റെ കുറച്ച് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. പിന്നെ അത് പറയുന്നത് ഫസ്റ്റ് തന്നെ ക്വസ്റ്റ് എടുക്കുക. അപ്പോൾ ഓൾറെഡി സൈഡിലൊരു ക്വസ്റ്റ് ഉണ്ട് ഗൈസ്. ബാൻഡിറ്റ്സ് ഇമാരെയാന്ന് തോന്നുന്നല്ലേ, ഇമാരെ അടിക്കേണ്ട ഗൈസ്. അതെ, ഇമാരെ തന്നെ കണ്ടോ ഗൈസ്. ഇങ്ങനെ ഇടിച്ചിടിച്ച് ഇമാരെ കൊല്ലണം. ഇമാരെ 5 പേരെ കൊല്ലണം ഗൈസ്. ആ സൈഡിൽ കാണിക്കുന്നുണ്ട് 5 പേരെ കൊല്ലണം. ഉണ്ട് ഗെയിമിൻ്റെ കുറച്ച് ട്യൂട്ടോറിയൽസ് ഉണ്ടോണ്ട് എനിക്ക് പിന്നെ ഇച്ചിരി പിടുത്തമുണ്ട് ഗെയിം. പിന്നെ ക്യൂ ഞെക്കുവാണെങ്കിൽ ഇങ്ങനെ ഡാഷ് അടിക്കാം ഗൈസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഗുണം. ഇങ്ങനെ പെട്ടെന്ന് ചെല്ലാം. ഇങ്ങനെ ഇടിച്ച് കൊല്ലണം ഗൈസ്. അപ്പോൾ 5 പേരെ കൊന്നാൽ മതി. ഇത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ഗെയിമാണ് ഈ റോബ്ലോക്സിലെ. അത്യാവശ്യമല്ലേ, നല്ല ട്രെൻഡിങ് ഗെയിമാണ്. എന്താ 92 അങ്ങനെ കണ്ട് എന്തോ വോട്ടിംഗ് ഉണ്ട് ഈ ഗെയിമിന്. ഒരാളെയും കൂടെ കൊന്നാൽ മതി. ഇതാണല്ലേ ഫസ്റ്റത്തെ പവർ. ക്വസ്റ്റ്യൻ 2 4 ഇത്ര ഇവിടുന്ന് 5 12. അയ്യോ, ഇതല്ല. നമുക്ക് എന്നാ കൊടുക്കണം യെസ്? മിലിയൻ ഡിഫെൻസ് എന്ന സാധനമാണ് യെസ്. ഇത് മറ്റേ സാധനമാണെന്ന് തോന്നുന്നു യെസ്. ഇതേ സൈഡിൽ തന്നെ ഹെൽത്ത് കൂടുന്നുണ്ട്. ഏതാ ഡിഫെൻസ് ആണെന്ന് തോന്നുന്നല്ലേ ഹെൽത്ത്. എൻ്റെ കയ്യിൽ ഇല്ല സ്റ്റാറ്റ് തീർന്നു, ചുമ്മാ അല്ല. അയ്യോ, കൊസ്റ്റ് എടുത്തില്ല യെസ്. ഇതാണ് കൊസ്റ്റ് ഗീവർ. അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് കൊസ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മുടെ 600 രൂപ ഉണ്ട് ഗൈസ്. 600 രൂപ ചെറിയ തുകയൊന്നും അല്ല. ഇപ്പം നമ്മുടെ ഇച്ചിരി കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് കൊല്ലാൻ പറ്റും ഗൈസ്. കണ്ടില്ലേ, നേരത്തെ കണ്ട് ഇച്ചിരി കൂടെ പെട്ടെന്ന് ചാവുന്നുണ്ട്. നമ്മൾ ഇച്ചിരി കൂടെ പ്രോയെന്ന് തോന്നുന്നു ഗൈസ് തുടക്കം തന്നെ. എന്തി വേണ്ട ഇതെന്നാടെ വലിയ പ്രോയൊന്നും കളിക്കണ്ട. അവനും നല്ല ഇടി അടിക്കും ഗൈസ്. നമ്മൾ തുടക്കം തന്നെ ഭയങ്കര പ്രോ ആയിട്ടാണ് ഗൈസ് കളിക്കുന്നത്. എനിക്കിപ്പോൾ വലിയ ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല ഗൈസ്. ഇപ്പം ഇടയ്ക്ക് ലാഗിനെ കുറിച്ച് പറയണ്ട. ലാഗിനെ കുറിച്ച് പറയുമ്പോഴാണ് ഗൈസ് എനിക്ക് ലാഗ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ 6 സ്റ്റാർട്ട് പോയിന്റ് ഉണ്ട് ഗൈസ്. സൈഡിൽ റെഡായിട്ട് കാണാൻ പറ്റും. സ്റ്റാർട്ട് ഭയങ്കര അത്യാവശ്യമാണെന്ന് തോന്നുന്നു ഗൈസ് അല്ലേ. സ്റ്റാർട്ടില്ല ഇമാരെ പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റില്ല. ഇപ്പോൾ 9 സ്റ്റാർട്ടായി. എനിക്ക് തോന്നുന്നു ഒരു ലെവല് കൂടുമ്പോഴത്തേക്ക് 3 സ്റ്റാർട്ട് വെച്ചാന്ന് തോന്നുന്നു കയറുന്ന ഗൈസ്. ഒരു ലെവല് കൂടുമ്പോൾ 3 സ്റ്റാർട്ട് അങ്ങനെ. ഇപ്പം ഒരാളും കൂടെ കൊന്നാൽ മതി. പെട്ടെന്ന് ഇച്ചിരി ഫാസ്റ്റായിട്ട് കൊല്ലാനൊക്കെ ഉള്ളതാണ്. ഓക്കെ, 10 ലെവലായില്ല ഗൈസ്. നിങ്ങൾക്ക് വല്ല ഇതിൻ്റെ ട്യൂട്ടോറിയൽസ് വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമെന്നെ പറയണം ഗൈസ്. എൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാണ്. എങ്ങനെ ഓണാക്കണ്ടേന്ന് എനിക്കറിയില്ല ഗൈസ്. അതാണ് ഞാൻ ഓണാക്കാത്തത്. ആരും വേറൊന്നും വിചാരിക്കില്ല കേട്ടോ. എനിക്ക് കമൻറ്റ് ബോക്സ് ഓണാക്കാൻ അറിയില്ല, അത്രേ ഉള്ളൂ. എല്ലാവരും കമൻറ്റ് ബോക്സ് ഞാൻ ഓണാക്കി ഇട്ടേനെ.
ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് എല്ലാം കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി ഇടുക. ഓ അവൻ്റെ ആ റെഡ് ഡോട്ട് തെറിച്ചു പോയി. ഓക്കെ ഈ ക്വസ്റ്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം ഗൈസ്. ഈ ഗെയിം എനിക്ക് തോന്നുന്നത് ഗ്രൈൻഡ് ചെയ്ത് ലെവൽ കൂട്ടുക അതാന്ന് തോന്നുന്നു എൻ്റെ ഏറ്റവും മെയിനെന്ന് തോന്നുന്നു. ഓ ന്യൂ ക്വസ്റ്റ് അവൈലബിൾ. ഓ ഓപ്പൺ യുവർ കോമ്പസ് മെനു ഫൈൻഡ് ദ നെക്സ്റ്റ് ഐലൻഡ്. ഓ സൈഡിലൊരു കോമ്പസ് ഉണ്ട്. ഈ കോമ്പസിനൊക്കെ ജംഗിളോ ഫൈൻഡ് ദ ജംഗിൾ NPC ഫൈൻഡ് ദ NPC ആയിട്ട് ജംഗിൾ. നേരെ പോകാനാണ് ഗൈസ്. ഇങ്ങനെ അങ്ങ് പോകാനാണോ? ഇതിനകത്ത് ബോട്ടുണ്ട് ഗൈസ്. ബോട്ട് ഡീലറിൻ്റെ നിന്ന് വാങ്ങാം. $300 ഗൈസ്. $300 കൊടുത്താൽ വാങ്ങാം. പക്ഷെ അത് വേണ്ട ഗൈസ്. ഫ്രീ ആയിട്ട് ഒരു ഡിങ്കി എന്ന് പറഞ്ഞ ബോട്ട് കിട്ടും. അപ്പോൾ അത് വാങ്ങാം. അതാണ് നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ ഡിങ്കിയാണ് നമുക്ക് കിട്ടും. ഇവിടെ ഐലൻഡ് ഒന്നും കാണുന്നില്ല ഗൈസ്. ഇപ്പോൾ കോമ്പസ് ട്രാക്ക് ചെയ്ത് പോകാം ഗൈസ്. ഓ നേരെ പോയാൽ മതി. ഭയങ്കര ദൂരെയാണ് ഗൈസ്. ഇതന്നെ ഐലൻഡൊന്നും ഇല്ല ഗൈസ് ഇവിടെ. ഫാസ്റ്റ് മോഡ് ഓൺ ആണോ? എങ്ങനെയാണ് ഗൈസ് ഇനി ഫാസ്റ്റ് മോഡ് ഓൺ ആക്കുന്നത്? തുടക്കത്തിൽ ഓ ഇത് തന്നെയാണ് ഗൈസ്. വെറും ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐലൻഡ് അവിടെ ഇല്ല. ഓ അതിന് ഗ്ലിച്ച് ആയിരിക്കും ഗൈസ്. റോബ്ലോക്സ് അല്ലേ ഗൈസ്? റോബ്ലോക്സിന് ഗ്ലിച്ച്. എനിക്ക് തോന്നുന്നു ഇതിലും നമ്മൾ നീന്തി പോകുന്ന ഡിങ്കിയെക്കാട്ടിലും സ്പീഡുണ്ട് ഗൈസ് അല്ലേ? ഓ അതേണ്ട ഐലൻഡ് എത്തി. ഇത്ര അടുത്തായിരുന്നു. പക്ഷെ കുറച്ച് അങ്ങ് ദൂരെയാന്ന് തോന്നി. ഓക്കെ നമ്മൾ നീന്തിയാണ് പോകുന്നത്. ഓ ജംഗിൾ എത്തി ഗൈസ്. ജംഗിളിൽ നിന്ന് പണ്ട് എഴുതി കാണിച്ചു. ഓ നല്ല മ്യൂസിക് ഗൈസ്. ഇവിടുത്തെ ഒരു പ്രത്യേകത മ്യൂസിക്കാണ് ഗൈസ്. ഓ കൊള്ളാലോ ഗൈസ് മ്യൂസിക്. നല്ല മ്യൂസിക് ഗൈസ്. ആ ഡാഷ് അടിക്കല്ലേ പറഞ്ഞ പോലെ. ഇവിടെ ആണെന്ന് തോന്നുന്നു ഗൈസ് ക്വസ്റ്റ്. ഓ എനർജി തരും ഗൈസ് ഡാഷ് അടിക്കുമ്പോൾ. എന്നാണ് ഗൈസ് മങ്കീസ് ആണോ? ആ അപ്പം അതെ 10 ലെവലാകുമ്പോൾ മങ്കീസ്. ഇവനെ ലെവലുണ്ട്. അയ്യോ ഇവൻ നല്ലടാ. അയ്യോ കോമ്പാറ്റ് എടുത്തില്ല. ഓടാ എനിക്ക് നിന്നേക്കാളും പവറുണ്ട്. നീ വലിയ ഷോയൊന്നും കാണിക്കല. അയ്യോ അവൻ എന്നെക്കാളും പവറുണ്ട് ഗൈസ്. നീ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ഒന്ന് കൂട്ടാം ഗൈസ്. 15 എണ്ണവും ഏതിനാണ് കൊടുക്കേണ്ടത് ഗൈസ്? നമുക്ക് കുറച്ച് കൊടുക്കാം. 5 വെച്ച് കൊടുക്കാം. 1. അയ്യോ അവൻ എൻ്റെ അടുത്തെത്തി. ആ മിലയ്ക്കാണ് കൂടുതൽ കൊടുത്തത്. മിലിയാന്ന് തോന്നില്ല എനർജി. യെസ് ഗൈസ്. ഇപ്പോൾ ഡാമേജ് കൂടി. നേരത്തെ 11 വെച്ചായിരുന്നു ഞാൻ കൊടുത്തോണ്ടത്. അപ്പോൾ 14 വെച്ച് കൊടുക്കുന്നുണ്ട്. ഓ ഇവിടെ തന്നെയാണ് സെറ്റിങ്ങിൻ്റെ തന്നെ ചെയ്യേണ്ടത് ഗൈസ്. ഓ ഡാമേജ് കൗണ്ടർ എന്നാണ് ഗൈസ്? ക്യാമറ ഷേക്കൊക്കെ ഓണാണ് അല്ലേ? എഫക്ട്സ് ഡാമേജ് കൗണ്ടർ എന്നാണ് ഗൈസ്? എനിക്കറിയില്ല. നോക്കാം. ഓ സൈഡിലിപ്പോൾ നമ്മൾ ഇടിക്കുന്ന എത്ര ഡാമേജ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും ഗൈസ് സൈഡിൽ. അത് കൊള്ളാം ഗൈസ്. അതാകുമ്പോൾ ഞാൻ എത്ര ഡാമേജ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് ഇരിക്കണം. എന്നാലും ഡാമേജ് പെട്ടെന്ന് കൗണ്ട് ചെയ്യും. അയ്യോ ഇവിടെ ആ യെസ് ഗൈസ്. ഇപ്പോൾ 151 ഡാമേജ് വരെ എനിക്ക് ഇവന് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് വാളും പരിചയം വല്ലതും ഉണ്ടോ ഗൈസ്? നമുക്ക് ചില ഐലൻഡ് ഒന്ന് നോക്കിയിട്ട് വരാം. സ്ലോപ്പ് എടുക്കാം. സ്ലോപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓ ഇതാണ് സ്ലോപ്പ്. കൊള്ളാലോ ഗൈസ്. പിന്നെ ഈ ബ്ലോക്സ് ഫ്രൂട്ടിൻ്റെ അകത്തെ ഞാൻ അതിൻ്റെ അകത്ത് ഫ്രൂട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഓ ഇതിൻ്റെ സ്പീഡുണ്ട്. ഡിങ്കിയേക്കാളുടെ സ്പീഡ് ഇന്നാന്ന് തോന്നുന്നു. ഇതേത് ഐലൻഡാണ് ഗൈസ്? ഇതേതാണ് ഗൈസ്? മിഡിൽ ടൗണോ? ഇതേത് ഐലൻഡാണ് ഗൈസ്? മിഡിൽ ടൗൺ എന്നൊക്കെ പറഞ്ഞ ഐലൻഡാന്ന് തോന്നുന്നു. അയ്യോ ഇങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. എന്താണ്? ആ ബ്ലോക്സ് ഫ്രൂട്ട്സ് ഡീലർ. അവൻ്റെ കയ്യിൽ നിന്ന് ഫ്രൂട്ട് വാങ്ങാൻ പറ്റും ഗൈസ്. ഓ എടാ ഇതിനൊക്കെ ഭയങ്കര വിലയോടാ. $30,000 എടുത്ത ബ്ലേഡ്, $5,000 എടുത്ത റോക്കറ്റ് ഇടും ഗൈസ്. റോക്കറ്റോ കൊള്ളാം. നമുക്കിപ്പോൾ വാളാന്ന് തോന്നുന്നു. വാൾ അത്യാവശ്യം. ഇവിടെ നൈസ് വെപ്പൺ ഡീലർ. അവൻ്റെ ഈ വാള് കാണോ? ഇല്ല ഗൈസ്. സ്ലിംഗ് ഷോട്ട്, മസ്കറ്റ്, ഫ്ലിൻഡോക്കോ. സ്ലിംഗ് ഷോട്ട്, മസ്കറ്റ്, ഓ ഗണ്ണും ഉണ്ട്, സോഡും ഉണ്ട് ഗൈസ്. ഗണ്ണുണ്ട് ഗൈസ്. ഓ ഇപ്പം ഇവൻ ഗൺ ഡീലറാന്ന് തോന്നുന്നല്ലേ? ഓക്കെ ഇവിടെ പൈസ കൊടുക്കും ഗൈസ്.
ജസ്റ്റ് എന്തുകൊണ്ട് ഇതിൻ്റെ അതൊന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഒത്തിരി പൈസ കിട്ടും തോന്നുന്നു. ഗോൾഡൻ ജസ്റ്റാ. അയ്യേ, $700 അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ റോക്കറ്റ് വാങ്ങാം ഗൈസ്. റോക്കറ്റ് നല്ലതല്ലേ ഗൈസ്? റോക്കറ്റ് നല്ല ഫ്രൂട്ടല്ലേ ഗൈസ്? റോക്കറ്റ് ഏറ്റവും നൂബുകൾ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് ബിഗിനർ ഉപയോഗിക്കുന്ന, പുതിയതായിട്ട് വന്ന ആൾക്കാർ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ചെസ്റ്റ് കുറച്ച് കളക്ട് ചെയ്യണം. തോന്നില്ലേ നമ്മുടെ കയ്യിലുണ്ട്. ഇതാണോ ഗൈസ്? ഇതല്ലേ? ആ അയ്യോ, ഇത് മറൈൻ സ്റ്റാർട്ടറോ? മറൈൻ സ്റ്റാർട്ടർ ഏത് ഐലൻഡാണ് ഗൈസ്? പുതിയ ഏതോ ഐലൻഡാന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ എന്തെങ്കിലും സോഡ് ഡീലർ വല്ലതും ഉണ്ടോ? കാണുമായിരിക്കും ഗൈസ്. എനിക്ക് തോന്നുന്നു മറൈൻസ് എടുക്കുവാണ് ഇവിടുന്നാന്ന് തോന്നുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പൈററ്റ് സ്റ്റാർട്ടറോ അങ്ങനെ കണ്ടില്ലേ? അതേണ്ട വലിയ വാളുണ്ട്. കറ്റാന $1000. കിട്ടി. അപ്പോൾ കറ്റാന കിട്ടി എടാ. ഞാൻ സ്റ്റാർട്ട് ഫുൾ എൻ്റെ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഗൈസ്. എനിക്ക് കറ്റാനയ്ക്ക് മതി ഗൈസ്. എന്താണ് ഗൈസ് ഇപ്പോൾ ചെയ്യേണ്ടത്? ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? നമുക്ക് വല്ല വഴിയുണ്ടോയെന്ന് നോക്കാം ഗൈസ്. വഴി വല്ലതും കാണും. യെസ് സുഹൃത്തുക്കളെ, ഏതായാലും നമുക്കൊരു വഴി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ വഴി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കോഡ് അടിക്കണം ഗൈസ്. സ്റ്റാർട്ട് റീഫണ്ട് കോഡുണ്ട് ഗൈസ്. അപ്പോൾ അതടിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് കിട്ടിയത് സബ് ടു അങ്കിൾ കിസാറു അങ്ങനെ കണ്ടല്ലേ? അങ്കിൾ കിസാറു. സ്റ്റാർട്ട് റീഫണ്ട് ആയി ഗൈസ്. റീഫണ്ട് സ്റ്റോർ റീഫണ്ട് പോയിൻറ്റ്സ് റീഫണ്ട് ചെയ്തു. നമുക്കത് 32 നേരത്തെ കൊടുത്ത 32 നമുക്ക് ഇപ്പോൾ ഇനി കൊടുക്കാം ഗൈസ്. സോഡിന് കൊടുക്കാം. ബാക്കി 10 നമുക്ക് 10 ഉള്ളൂ. അപ്പോൾ 5 നമുക്ക് ഡിഫൻസ് 5 മിലയും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കറ്റാനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ട് എന്ത് ചെയ്യാം? ഞങ്ങളുടെ ബോട്ട് കിടക്കുന്നത്. പിന്നെ ഗ്രൈൻഡ് ചെയ്യാനും പറ്റുന്ന കോഡൊക്കെ ഉണ്ട് ഗൈസ്. അതും ഞാൻ കുറച്ച് ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കേണ്ട. ടൈമിംഗ് ഉണ്ട് ഗൈസ്. 15 മിനിറ്റത്തേക്കുള്ള കോഡ് ഉണ്ട്. അപ്പോൾ അത് കുറേ എണ്ണം ഉണ്ട്. നമുക്കിപ്പം കുറച്ച് വെച്ച് അടിക്കാം ഗൈസ്. അതാകുമ്പോൾ നല്ലത്. അല്ലെങ്കിൽ എല്ലാം കൂടെ അടിച്ചാൽ പെട്ടെന്ന് തീർന്നു പോകും. എല്ലാം കൂടെ അടിച്ചാൽ ഒരു 5 മണിക്കൂറത്തേക്കുള്ള കോഡാണ് ഗൈസ്. അത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം ഗൈസ്. ഇതൊക്കെ പറ്റുവാണെങ്കിൽ അതിൻ്റെ അകത്ത് മെസ്സേജ് വരുമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് കാണാൻ പറ്റും. അല്ലാതെ എനിക്ക് വേറെ ആരും പറയുന്ന മെസ്സേജ് ഒന്നും കാണത്തില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഗൊറില്ലാസ് ആണെന്ന് തോന്നുന്നു നമ്മുടെ അല്ലേ? ഗൊറില്ലാസ് ആണ് ഗൈസ്. ഓക്കെ, ഇനി നമ്മുടെ കത്തി വെച്ച് ഇവിടെ കണ്ടല്ലേ ഗൈസ് ഗൊറില്ല. കേസ് അവിടെ തന്നെയാണ് ഈ പൊട്ടിത്തെറിയുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ഗൊറില്ലയുടെ ബോസ് ഉണ്ടെന്ന് തോന്നി. പക്ഷെ ബോസ് ചത്തു. ബോസിനെ കൊന്നു. ഗൊറില്ല കിങ്. ഇതാ ഗൊറില്ല കിങ്. അത് സീൻ പവർ ആണല്ലോ ഗൈസ്. ഇവിടെ നല്ല ഡാമേജ് ആടാ. മാസ്റ്ററി അതിനാണ് ഈ മാസ്റ്ററി എന്ന് പറഞ്ഞ എന്താ സാധനം? ഓക്കെ, 7 മാസ്റ്ററി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ലെവലാന്ന് തോന്നുന്നു ഈ കത്തിയുടെ. എനിക്കിപ്പോൾ 7 മാസ്റ്ററി ഉണ്ട്. ഒരു മാസ്റ്ററിയിൽ ഇത് കിട്ടും. 20 മാസ്റ്ററി ആയി കഴിഞ്ഞാൽ എയർ സ്ലാഷ് എന്ന് പറഞ്ഞ പവർ കിട്ടും ഗൈസ്. ഇവനെ അടിക്കാൻ ഗൈസ്. ഇവനോട്ട് PvP ആക്കണമെന്ന് തോന്നുന്നു. വലിയ ഏതോ ബോസാണ് ഗൈസ്. അയ്യോ അവനെനിക്ക് ഡാമേജ് ചെയ്യുന്നുണ്ടേ. പോടാ. അവനും ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് പവർ ചാർജിങ്. അപ്പോൾ കുടുങ്ങിയേനെ. ആ പൊട്ടിത്തെറിക്കുന്നതിനകത്ത് നിൽക്കാൻ പറ്റില്ല. എന്ത് ഗൈസ് അവൻ? അതാണ്ട് പറന്നുപോയി. അയ്യോ കുടുങ്ങി. ഓക്കെ, ഇപ്പോൾ കുടുങ്ങിയേനെ ഗൈസ്. എൻ്റെ സ്റ്റാർട്ട് കുറച്ച് കൂട്ടാം ഗൈസ്. എന്തായാലും 21 ഉണ്ട്. അപ്പോൾ എനിക്ക് 5 എണ്ണം, 5 ഇവിടെ 5 ഇവിടെ 5 ഇവിടെ 5 ഇവിടെ 43 കൂടി ഗൈസ്.
അവൻ വെള്ളത്തിൽ വീണു. അപ്പോൾ ഇവിടെ സ്പോണാവും. അയ്യോ കുടുങ്ങി 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 കുടുങ്ങി. പോടാ പോടാ. അയ്യോ കുടുങ്ങി കുടുങ്ങി. ആ കൊന്നു ഗൈസ്. ഓ എനിക്ക് ബൗണ്ടി. ഓ അല്ല എനിക്ക് 688 ബൗണ്ടി ഉണ്ട് ഗൈസ്. എനിക്ക് 5000 ആയി പൈസ. എനിക്ക് 5000 ഗൈസ്. എനിക്കിപ്പോൾ ഫ്രൂട്ട് വാങ്ങാം. അപ്പോൾ ഈ കറ്റാനേന്ന് മാറേണ്ടി വരും തോന്നല്ലേ. എനിക്ക് ഒരു കോഡും കൂടെ അറിയാം. അപ്പോൾ എൻ്റെ EXP ഉണ്ട് ഗൈസ്. ഇനി ഒത്തിരി ഉണ്ട് എനിക്ക്. നമുക്ക് ഫ്രൂട്ട് വാങ്ങാം ഗൈസ്. ഫ്രൂട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. റോക്കറ്റ് വാങ്ങാം. എനിക്കൊന്നും കൂടെ സ്റ്റാറ്റ് ഒന്ന് റീഫണ്ട് ചെയ്തിട്ട് വാങ്ങാം ഗൈസ്. റിഡീം എന്നായിരുന്നു കോഡുണ്ടല്ലോ ഗൈസ്. ഓ എൻ്റെ പൊന്നേ എന്നായിരുന്നു ആ കോഡ്. ഫാൻറ്റം വിക്കിക്കകത്താണ് ഗൈസ് കോഡുള്ളത്. ഫ്രീ ആയിട്ട് കോഡ് കിട്ടും. അവിടെ ഫ്രീ ആയിട്ട് കോഡ് കിട്ടും. നമുക്ക് ഫാൻറ്റം വിക്കി എടുത്താലോ ഗൈസ്. ഫാൻറ്റം വിക്കിക്കകത്ത് നോക്കേണ്ടി വരുമോ? കിട്ടി 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 കിട്ടി. സബ് ടു നൂബ് മാസ്റ്റർ 1 2 3. ഇത് കോഡല്ലേ ഗൈസ്? സബ് ടു നൂബ്. യെസ് ഗൈസ്. അയ്യോ എടാ ഇത് EXP ആടാ. സ്റ്റാർട്ട് റീഫണ്ട് കോഡ് എന്നായിരുന്നു നമ്മളിപ്പോൾ അടിച്ചത്? അപ്പോൾ EXP കോഡ് എനിക്ക് ഒരെണ്ണം കൂടെ അറിയാടാ. എന്നാ ചെയ്യൂടാ ഇപ്പം? ഫാൻറ്റം വിക്കി തന്നെ നോക്കണം തോന്നി ഗൈസ്. ഇങ്ങനെ ഫാൻറ്റം വിക്കിയിലൊന്ന് നോക്കണം ഗൈസ്. ഫാൻറ്റം വിക്കി എടുക്കാം ഗൈസ്. ഫാൻറ്റം ക്ലോസ് ചെയ്യാം ഗൈസ്. ഫാൻറ്റം ക്ലോസ് ചെയ്താൽ കിറ്റ് റീസെറ്റ് അല്ലേ? ഇല്ല ചിലപ്പോൾ ലാഗ് അടിക്കും ക്ലോസ് ചെയ്തില്ല. കിറ്റ് റീസെറ്റ് ഗൈസ്. കിറ്റ് റീസെറ്റ് കിറ്റ് _ റീസെറ്റ്. കിറ്റ് റീസെറ്റ് എന്ന് അടിച്ചോളൂ. യെസ് ഗൈസ്. ഒന്നും കൂടെ റീഫണ്ട് ചെയ്യാം. 63 സ്റ്റാറ്റ് ഉണ്ട്. നമുക്ക് 60 നമുക്കൊരു 43 നേരെ നമ്മുടെ ബ്ലോക്സ് ഫ്രൂട്ട്സിലോട്ടും 15 നമുക്ക് സോഡിലോട്ടും കൊടുക്കണം. സോഡ് ഇപ്പോൾ ഉപയോഗിക്കണ്ട അല്ലേ? ഈ സോഡിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഈ നമുക്ക് ഇല്ല പിന്നെ സോഡ് വേണം ഗൈസ്. സോഡിന് എന്തെങ്കിലും ഉപയോഗം വരും. 2.5 കൊടുക്കാൻ പറ്റുമോ ഗൈസ്? 2.5 കൊടുത്താൽ ഇല്ല ഗൈസ്. 2.5 കൊടുക്കാൻ പറ്റില്ല. 2 വേണം കൊടുക്കുക. 2 കൊടുത്തിട്ട് 3 കൊടുക്കുക. അത്രേ ഉള്ളൂ. അതാ നമ്മുടെ അല്ലേ ഗൈസ് അത്? ഇത് ഒത്തിരി ഗ്രൈൻഡ് ചെയ്യാനുള്ള ഗെയിമാണ്. ഇതിൻ്റെ ഓരോ എപ്പിസോഡ് ഇനി ഇടേണ്ടി വരും. ഇപ്പം ഇതിൻ്റെ അകത്തൊരു 3 C ഉണ്ട് ഗൈസ്. ഇപ്പം ഞാനൊക്കെ ഇന്നത് ഫസ്റ്റ് സിയിലാണ്. ഓക്കെ. ഇപ്പോൾ സെക്കൻഡ് C ഉണ്ട്, തേർഡ് C ഉണ്ട് ഗൈസ്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് പോകണം ഗൈസ്. ഇതാന്ന് തോന്നുന്നു ഈ സെക്കൻഡ് സിയിലോട്ട് കൊണ്ടുവന്ന ആള് അതല്ലേ? എക്സ്പീരിയൻസ് ക്യാപ്റ്റൻ ഇവനാന്ന് തോന്നല്ലേ? അതേണ്ടിരിക്കുന്നു ഇവൻ. ഓക്കെ പെട്ടെന്ന് റോക്കറ്റ് എക്യൂപ്പ്. റോക്കറ്റ് കിട്ടി. തന്നെയാണ് എൻ്റെ റോക്കറ്റ് അവിടെ പോയി കിടക്കുന്നത്. എനിക്ക് അവിടെ അല്ല. ഇൻവെൻറ്റോറി എടുക്കാം. അണ്ണയ്ക്ക് പോയിട്ട് ഒന്നും കൂടെ എടുക്കാം ഗൈസ്. എനിക്ക് 2 വശം. ഇതന്നെയാണ് ഗൈസ്. എനിക്ക് റോക്കറ്റ് അവിടെ അല്ല വേണ്ടേ. ഇതന്നെ എനിക്ക് റോക്കറ്റ്. ഇതെന്നാടാ? ഇതെന്നാണ് ഗൈസ്? ഇപ്പം ഇങ്ങനെ റീസെറ്റ് അടിച്ചേ. ചത്ത് ഗൈസ്. ഞാൻ റീസെറ്റ് അടിച്ചാണ്. ഇപ്പം കറക്റ്റ് ഗൈസ്. മിസൈൽ ഫിസ്റ്റ്. ഇതെന്നാണ് ഈ സ്കൈൽ എന്താ റോക്കറ്റ്? സീൻ. റോക്കറ്റ് സീനാണോ ഗൈസ്? കറ്റാന ഇങ്ങനെ വെക്കാം. കുറച്ച് പൈസ കളക്ട് ചെയ്യാം ഗൈസ്. മിസൈൽ ഫിസ്റ്റ്. ഇതിനകത്ത് പറക്കുന്ന അവൈലബിലിറ്റി ഉണ്ട് ഗൈസ്. അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അയ്യോ പറ്റത്തില്ല.
ആ എനിക്ക് മറ്റേ സാധനങ്ങൾ പഠിക്കണം ഗൈസ്. അതിനൊക്കെ എത്ര ആവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അയ്യോ, ഒരു 100 ലെവലൊക്കെ ആവണം ഗൈസ്. ഓക്കെ, നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം ഗൈസ്. ഒരു തോക്കും കൂടെ വാങ്ങിച്ചേക്കാം ഗൈസ്. നമുക്ക് മസ്കറ്റ് വാങ്ങാം ഗൈസ്. ഓടോ 5000-8000 രൂപയൊക്കെയാണ് ഇതിന്. ഓടാ, മറ്റവൻ്റെ കയ്യിരുന്ന് ഏത് നോക്കാമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. എന്താണ് എന്താണ് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ഹെൽത്ത് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലൊന്നുമില്ല ഗൈസ്. എന്തെങ്കിലും കാണുമോ ഗൈസ്? ഇല്ല ഗൈസ്, എനിക്ക് തോന്നുന്നു ഫ്രൂട്ട് മേടിച്ചിട്ടാണോന്നൊരു സംശയം. ഫ്രൂട്ട് മേടിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. ബോട്ടൊക്കെ വാങ്ങിച്ചു പോകണം. ഓ, അത് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ വലിയ ബോട്ടിനൊക്കെ എത്രടാ? ബ്രിഗേഡ്. ഓ എടാ, ഇത് തന്നെയാണോ 1000 രൂപയ്ക്ക് ഈ ബോട്ടോ? എടാ, ഇത് സെയിം ബോട്ടാണല്ലോ ഗൈസ്. ഇതിന് ഭയങ്കര സ്പീഡായിരിക്കും ഗൈസ്. ബ്രിഗേഡ്. അത് വലിയ ബോട്ടാണ് ഗൈസ്. അയ്യോ, അത് വലിയ കപ്പലാണ് ഗൈസ്. സീൻ. പക്ഷെ അടുത്ത് വരെ പോകാൻ വലിയ ചെറിയ ബോട്ടെല്ലാം വാങ്ങിച്ചാൽ പോരാന്നോ അല്ലേ? കാശിൻ്റെ ആർത്തിയ. ഇവിടെ എത്തി. ഇനി ബോട്ട് വാങ്ങിക്കാൻ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഗൈസ്, ഇതിനകത്ത് തെണ്ടാൻ പറ്റും ഗൈസ്. ഇതിനകത്ത് മെയിനായിട്ട് തെണ്ടണം തോന്നി ഗൈസ്. എന്താ ഫ്രൂട്ട്, നല്ല ഫ്രൂട്ട് തെണ്ടാൻ പറ്റും ഇതിനകത്ത്. ആൾക്കാർ ഇവൻ്റെ അടുത്തൊന്ന് മേടിക്കാൻ വരും. ബ്ലോക്ക് ഫ്രൂട്ട് ഗാച്ച. ഹലോ, ഐ എം സയോലീസ്. ഐ സെൽ റാൻഡം ഫിസിക്കൽ ഫ്രൂട്ട്സ് ടു പീപ്പിൾ വൺസ് എവറി 2 hours. ഐ വാണ്ട് ടു ബൈ എ റാൻഡം ഫ്രൂട്ട്. ഓ അവിടെ ഇവനില്ലേ? ഇവൻ്റെ കം ബാക്ക് വെന്നോ. 50 ലെവലോ? 50 ലെവൽ, അത് പൊളിയാണല്ലോ ഗൈസ്. PvP ഒക്കെ പറ്റും ഗൈസ്. എനിക്ക് എന്തായാലും 50 ലെവലല്ലേ പറ്റില്ല. അവൻ എന്നെക്കാളും ലെവല് താഴ്ന്നതാടാ. 20 ലെവല് താഴ്ന്ന ലെവലാണ് അവന്. പോടാ, അവൻ്റെ അണ്ണാക്കിൻ്റെ അകത്ത് വെടി വെച്ച് കൊടുത്തേ. അയ്യോ, ഞാൻ സ്ക്രീനൊക്കെ ചെറുതാക്കി വിടണേ. ഒബിയസ്. OBSലാണ് ഈസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. OBS ആണ് നല്ല റെക്കോർഡിങ്ങിൻ്റെ ആപ്പാണ് ഈസ്. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ആപ്പാണ്. ഓ, ഇവനെ കൊല്ലാം ഗൈസ്. നോക്ക്, ഇവനെ കൊല്ലാം. കൊസ്റ്റ് എടുത്തിട്ട് വരാം. ഇവനെയും കൂടെ കൊന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാം ഗൈസ്. ഇവനെ കൊല്ലണം. ഓ, EXP കൂടെ ഉണ്ട് ഗൈസ്. 29 മിനിറ്റ് ഉണ്ട്. 28 മിനിറ്റ്. ഓക്കെ, ഇച്ചിരി സ്പീഡിൽ പോകുമല്ലോ. എബിലിറ്റി വല്ലതും ഉണ്ടോ ഗൈസ്? എനിക്ക് പറക്കുന്ന എബിലിറ്റി വേണം, അത്രേ ഉള്ളു. പറക്കുന്ന എബിലിറ്റി എല്ലാം കിട്ടുവാണേലേ നല്ലതായിരുന്നു. പിന്നെ ഈ ഫസ്സിൽ കൊള്ളാവുന്നൊരു ഫ്രൂട്ട് ഉണ്ട് ഗൈസ്. ലൈറ്റ് എന്നെങ്ങാണ്ടാണ് ഈ പേര്. ലൈറ്റ് എന്നെങ്ങാണ്ടാണ് ഈ പേര്. അപ്പോൾ ലൈറ്റൊക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഞാൻ കാണിച്ചു തരാം ഗൈസ് കുറച്ച് ഫ്രൂട്ട്. എൻ്റെ അല്ല, ഇവിടെ ഇങ്ങനെ കിട്ടുന്നതാണ്. റോബക്സ് കൊടുത്ത് വാങ്ങണം. പക്ഷെ വെറും കുറച്ച് റോബക്സ് ഒന്നും അല്ല, 50 റോബക്സ് കൊടുത്താലേ റോക്കറ്റ് തന്നെ കിട്ടുള്ളൂ. ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ഫ്രൂട്ട്സ് ആണ് ഗൈസ്. ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. അല്ല, ഇതായാലും മതി ഗൈസ്. ഐസ്. അതെ, ലൈറ്റ് എത്തിയതേ. പെർമനൻ്റ് ലൈറ്റിന് 1000 രൂപ കൊടുക്കണം. 1100 രൂപ. അപ്പോൾ ശരിക്കും റോബക്സ് വാങ്ങണ 1400 രൂപ കൊടുക്കണം. ഒരു 500 കൊടുത്താൽ 500 റോബക്സ് കിട്ടും. ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഞാൻ കാണിക്കാൻ വന്ന ഐസ് ഫ്രൂട്ട്. ഇത് നല്ലതാണ് ഈസ്. ഇതും ഇത് മറ്റേ പിന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്രൂട്ട് ഉണ്ട് ഈസ്. അതെല്ലാ സീലും ബെസ്റ്റാണ്. ലൈറ്റും ബെസ്റ്റാണ് എല്ലാത്തിലും. അപ്പോൾ ഇതല്ല, എല്ലാത്തിനും ബെസ്റ്റായിട്ടുള്ള ഫ്രൂട്ടാണ്. എന്തോ ബുദ്ധ എന്നങ്ങാണ്ടാണ് പേര്. ബുദ്ധ
ഒരു ബുദ്ധൻ്റെ ഈ മാഗ്മ കൊള്ളാം ഗൈസ്. ഇതാണ് ഗൈസ് ബുദ്ധയൊക്കെ കിട്ടുവാണെങ്കിൽ പൊളിക്കും ഗൈസ്. ബുദ്ധയൊക്കെ അടിപൊളി ഫ്രൂട്ടാണ്. നമുക്ക് ബുദ്ധയൊക്കെ വേണം ഗൈസ്. ബുദ്ധ പെർമനൻറ്റ് വാങ്ങാൻ വേണം. നമുക്ക് ആൾക്കാർക്ക് ഗിഫ്റ്റ് അടിക്കാം. അതൊന്നും വാങ്ങാനുള്ള പൈസ ഇല്ല ഗൈസ്. നിങ്ങളാരെങ്കിലും പറ്റുവാണെങ്കിൽ എനിക്കൊരു ഗിഫ്റ്റ് വല്ല അയച്ചാൽ ഗൈസ്. പറ്റുവാണെങ്കിൽ അയച്ചാൽ മതി ഗൈസ്. അയക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പറ്റുവാണെങ്കിൽ മാത്രം മതി ഗൈസ്. ഞാൻ അത്ര വലിയ യൂട്യൂബറൊന്നും അല്ല. എന്നാലും പറ്റുവാണെങ്കിൽ ബുദ്ധയോ അല്ലെ ലൈറ്റോ ഐസോ വല്ലോ ഗിഫ്റ്റ് വേണേൽ കുറച്ച് നന്നായിരുന്നു. നമുക്ക് ഗൊറില്ലക്ക് ഇങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് ഗൈസ് ഓൾറെഡി ഞാൻ. നമുക്ക് പെട്ടെന്ന് പോയി അവനെ കൊല്ലാം ഗൈസ്. കൊക്കി പെട്ടെന്ന് ചാടിക്കയറുന്ന വശമുണ്ട്. എടാ നല്ല ഡാമേജ് എടുത്തിട്ടുണ്ട് അവനൊക്കെ ചാവാറായി. അയ്യോ ചത്ത് വായിക്കാത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അവൻ പറന്നുപോയി. അവനെയൊക്കെ തീർത്ത് കൊടുക്കാം. പൊട്ടിക്കട അവൻ്റെ അണ്ണാക്കിലിട്ട്. ചത്ത്. ഓ ലെവൽ എന്നാ സ്പീഡ്. 28 ലെവൽ ഇത്ര ഇവിടെ 3000 രൂപ. എടാ അയ്യോ ഞാൻ ചാവും ഗൈസ്. പറഞ്ഞ പോലെ ഞാൻ ചാവും. 18 അങ്ങ് കൊടുത്താൽ ഗൈസ്. ബ്ലോക്ക് ഷൂട്ടിന് നല്ല ഡാമേജ് ഇരിക്കട്ടെ. എത്ര ഡാമേജ് കൊടുക്കാൻ പറ്റും ഗൈസ് ഇപ്പം എനിക്ക്? അവിടെ വരെ എത്തും ഗൈസ്. അവിടെ വരെ എത്തുവാനെ പൊളിക്കും. ഇവിടെ ഇവൻ നല്ല റേഞ്ചുള്ള ഫ്രൂട്ടാണോ. അടിപൊളി. ഇങ്ങനെ ചേട്ടാ ഒറ്റ പൊട്ടിയിര് എൻ്റെ വായിക്കകത്തിട്ട് അങ്ങ് പൊട്ടിക്കണം. ചത്ത് ഗൈസ്. 2x ഓടാണ് ഈ അണ്ണക്കിലിട്ട് പൊട്ടിക്കാൻ്റെ അഹങ്കാരം. ഇവിടെ ഹണി ഇടിച്ച് തീർപ്പിച്ച് കളഞ്ഞു ഗൈസ്. അണക്കിലിട്ട് പൊട്ടിക്കണം അവൻ്റെ. നമ്മളെന്തായാലും അവനെ കൊന്നതല്ലേ ഗൈസ്. സോ ഗൈസ് ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വളരെ എല്ലാം കൂടി ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.